കഴിഞ്ഞ ദിവസം ബെയ്ജിങ്ങിൽ നടന്ന ഒരു ഉച്ചകോടിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ 3 നേതാക്കളുണ്ടായിരുന്നു. റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും നോർത്ത് കൊറിയൻ പ്രസിഡന്റും. ഇവരുടെ ഉണ്ടായിരുന്ന ഒരു സംഭാഷണം ഇവരുടെ ഒരു മൈക്രോഫോണിലൂടെ ആ ചർച്ച ക്യാച്ച് ചെയ്യുകയും അത് ലീക്കാവുകയും ചെയ്തു. ആ ചർച്ച ബാൻ ചെയ്യാൻ വേണ്ടി ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളോടും അതിശക്തമായ ഭാഷയിൽ തന്നെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വാൺ ചെയ്യുകയും ഉണ്ടായി. എന്തായിരുന്നു ആ ചർച്ച? നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. മറ്റൊന്നിനെയും കുറിച്ചല്ല, ലോങ്ജിവിറ്റിയെ കുറിച്ചായിരുന്നു. ആ ചർച്ച ഇങ്ങനെയായിരുന്നു: പണ്ട് കാലങ്ങളിൽ ആളുകൾ ജീവിച്ചിരുന്നത് 70 വയസ്സ് വരെ ആയിരുന്നെങ്കിൽ ഇന്ന് 70 വയസ്സെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെപ്പോലെയാണ് ഫീൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ചർച്ചയിൽ അടുത്ത ആളത് ഏറ്റെടുത്ത് പറയുകയാണ്, അതെ, ബയോടെക്നോളജി ആൻഡ് ബയോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഓർഗൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യാം. ശരിക്കും നമുക്ക് യങ് ആയിട്ടിരിക്കാനും നമ്മളുടെ ഏറ്റവും യങ്ങറായിട്ടുള്ള ഒരു കാലഘട്ടം നമുക്ക് വീണ്ടെടുക്കാനും നിലനിർത്താനും സാധിക്കും എന്നുള്ളതാണ്. ആ വീഡിയോയിൽ പല കാര്യങ്ങളും സംഭവിച്ചു, പല ചർച്ചകളുണ്ടായി. ശരിക്കും ആ വീഡിയോ അപ്ലോഡ് ആയപ്പോൾ അതിൻ്റെ താഴത്ത് വന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാണ്, അതെ, ലോകത്തിലെ ഏറ്റവും പവർഫുള്ളും അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലോങ്ജിവിറ്റി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതൊരിക്കലും സാധിക്കുകയില്ല. നമ്മളെപ്പോലുള്ളവർക്ക് 70 വയസ്സിൽ തീരുക അല്ലെങ്കിൽ ലൈഫ് തീരുക എന്നുള്ളതാണ് ഓപ്ഷൻ. അവർക്കൊക്കെ, ഈ വലിയ വ്യക്തികൾക്കൊക്കെ 70 വയസ്സിലും ചെറുപ്പമായിട്ടിരിക്കാം, ബേബി ആയിട്ടിരിക്കാം എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമൻസ് വന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോങ്ജിവിറ്റി എന്നുള്ളത് പൈസ ഉള്ളവർക്കോ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾക്കോ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. ലോങ്ജിവിറ്റി എല്ലാവരുടെയും അവകാശമാണ്. കാരണം 1960 ഒരു വ്യക്തിയുടെ ആയുസ് അല്ല 2030 2040 ഒരു വ്യക്തിയുടെ ആയുസ് എന്ന് പറയുന്നത്. അത് 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്രത്തോളം ലോങ്ജിവിറ്റി പോസിബിൾ ആയിരിക്കുമ്പോഴും യഥാർത്ഥ ലോങ്ജിവിറ്റി എന്ന് പറയുന്നത് ഒരു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല, 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ലോങ്ജിവിറ്റിയിൽ 2 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള 2 സയൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, നമ്മളുടെ ക്രോമസോമുകളെ കോപ്പി ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളതും എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഡിഫിക്കൽട്ടായുള്ള ഒരു ആശയമാണ്. മറ്റൊന്ന് വളരെ എളുപ്പമാണ്, ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന ലോങ്ജിവിറ്റി സയൻസ് എന്ന് തന്നെ പറയാം. ആ ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിജെനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. നമ്മളുടെ ജീനുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ജീനുകളുടെ പ്രവർത്തന രീതിയെ നമ്മൾ അതിനനുസരിച്ചുള്ള ജനറ്റിക് റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി നല്ലൊരു ആരോഗ്യം നമുക്ക് നേടിയെടുക്കാം. മികച്ച ആരോഗ്യം കെട്ടിപ്പടുക്കുന്നതിലൂടെ 100 വയസ്സ് കഴിഞ്ഞാലും 120 വയസ്സിലായാലും 150 വയസ്സിലായാലും ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സയൻസാണ്, ലോങ്ജിവിറ്റി സയൻസാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഡീകോഡ്.me എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഏതൊരു വ്യക്തിക്കും, അവൻ സാധാരണക്കാരനായിക്കോട്ടെ, സമ്പന്നനായിക്കോട്ടെ, ശക്തനായ വ്യക്തി ആയിക്കോട്ടെ, ഈവൻ പൊളിറ്റീഷ്യനോ, ആർക്കും അവർ സ്വയം ഡീകോഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീനുകളുടെ പ്രവർത്തന രീതിയും ജീനുകളുടെ ഏറ്റവും ഓരോ പ്രത്യേകതകളും നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ രോഗസാധ്യതകളും നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള വ്യായാമങ്ങളും ചെയ്യാൻ പാടില്ലാത്തതുമായ വ്യായാമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യം, മികച്ച ആരോഗ്യം നിന്ന് നമുക്ക് വീണ്ടെടുക്കാനും നിലനിർത്താനും സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഡീകോഡ്.meയിലൂടെ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താണ് ഡീകോഡ്.me എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇതൊരു സലൈവ ടെസ്റ്റാണ്. നമ്മളുടെ സലൈവയിൽ നിന്ന് നമ്മളുടെ ജെനറ്റിക്സ്, നമ്മളുടെ ഡീകോഡ്, നമ്മളുടെ DNA വേർതിരിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ജെനറ്റിക് റിപ്പോർട്ടാണ് ഡീകോഡ്.meയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ റിപ്പോർട്ടിൽ നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമ്മളുടെ ഒരു മാനുവൽ, വർക്കിംഗ് മാനുവൽ. ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോൾ ഒരു വർക്കിംഗ് മാനുവൽ ഉള്ളതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയുടെ ഒരു വർക്കിംഗ് മാനുവൽ നമുക്ക് ഡീകോഡ്.me എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ലഭിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഒരു ജെനറ്റിക് കൗൺസിൽ ഉണ്ടായിരിക്കും. ആ കൗൺസിലിംഗിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന പ്രോഗ്രാം. മറക്കണ്ട, പ്രോഗ്രാമിൻ്റെ പേര് ഡീകോഡ്.me എന്നാണ്. ഇന്ന് തന്നെ ഡീകോഡ്.me പ്രോഗ്രാമിൻ്റെ പാർട്ടാവും.